വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 6ാം ക്ലാസ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ദ അയഡിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് വിച്ച് ന്യൂട്രിയൻ ഇൻ ഫുഡ്. അയഡിൻ ടെസ്റ്റ് നടത്തുന്നത് ഫുഡിലെ ഏത് ന്യൂട്രിയൻസിന്റെ പ്രസൻസ് അറിയാനാണ്, മനസ്സിലാക്കാനാണ്, ഡിറ്റക്ട് ചെയ്യാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടെസ്റ്റാണ്? അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ന്യൂട്രിയൻ, ഫുഡിലെ ഏത് ന്യൂട്രിയൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ എ തന്നിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, ബി പ്രോട്ടീൻ, സി ഫാറ്റ്, ഡി കൊളസ്ട്രോൾ. ഏതാണ് അയഡിൻ ടെസ്റ്റ്? കാർബോഹൈഡ്രേറ്റ് അല്ലേ, സ്റ്റാർച്ച്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ കളർ ചേഞ്ച് ദാറ്റ് ഒക്കർ വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ്. താഴെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന കളർ ചേഞ്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഐറ്റത്തിലും നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കളർ ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടറ്റോയിൽ നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. ഏതാണ്? ഡാർക്ക് ബ്ലൂ കളർ. ഡാർക്ക് ബ്ലൂ ആണ്. നെക്സ്റ്റ് റൈസ് വാട്ടർ. റൈസ് വാട്ടറിൽ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ സെയിം ഡാർക്ക് ബ്ലൂ തന്നെയാണ്. നെക്സ്റ്റ് കുക്കുംബർ. കുക്കുംബറിൽ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ എന്തുണ്ടാവില്ല? നോ കളർ ചേഞ്ച്. കളർ ചേഞ്ച് ഉണ്ടാവില്ല. നോ കളർ ചേഞ്ച്. നെക്സ്റ്റ് തപ്പിയോക്ക. തപ്പിയോക്കയിൽ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ നമുക്ക് എന്ത് കളർ ഉണ്ടാവുന്നത്? ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് മൈദ. മൈദയിലും ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഉണ്ടാവുന്ന കളർ ചേഞ്ച്. ഷുഗറിൽ ഡാർക്ക് ബ്ലൂ തന്നെയാണ്. അപ്പോൾ കുക്കുംബറിൽ മാത്രം എന്താണ്? അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിലും പോസിബിൾ ആവുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ്. ഏത് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴാണ്? അയഡിൻ സൊല്യൂഷൻ. സി ക്വസ്റ്റ്യൻ, വാട്ട് പോസിബിൾ ഇൻഫറൻസ് ക്യാൻ ബി റീച്ച്ഡ് ഫ്രം ദ എക്സ് എക്സ്പെരിമെന്റ്. ഇപ്പൊ മോളിൽ കൊടുത്തിരിക്കുന്ന എക്സ് എക്സ്പെരിമെന്റിൽ നിന്നും നിങ്ങൾ എന്ത് ഇൻഫറൻസിലേക്കാണ് എത്തിച്ചേരുന്നത്, എന്ത് നിഗമനത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ abundance in cereals and tubers. സെറൈൽസിലും ട്യൂബേഴ്സിലും നല്ലപോലെ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട് അല്ലേ. സ്റ്റാർച്ച് പ്രസന്റ് ആണ് അല്ലേ. പൊട്ടറ്റോ, റൈസ് വാട്ടർ, ടപ്പിയോക്ക, മൈദ അല്ലേ, ഇതിലൊക്കെ എന്ത് പ്രസന്റ് ആണ്? സ്റ്റാർച്ച് പ്രസന്റ് ആണ്. സെറൈൽസ്, അപ്പൊ ഇതിൽ സെറൈൽസും ട്യൂബേഴ്സും ഉണ്ട് അല്ലേ. സെറൈൽസിലും ട്യൂബേഴ്സിലും എന്താണ്? റിച്ച് അളവിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. എന്നാൽ വെജിറ്റബിൾ ലൈക്ക് കുക്കുംബർ, വെജിറ്റബിൾ പോലെയുള്ള വെജിറ്റബിൾസിൽ അല്ലേ, വെജിറ്റബിൾസ് ലൈക്ക് കുക്കുംബർ ഒക്കെ പോലെയുള്ള വെജിറ്റബിളില് കുക്കുംബർ ഹാവ് ലോ സ്റ്റാർച്ച് കണ്ടന്റ്. സ്റ്റാർച്ച് കണ്ടന്റ് കുറവാണ്. ലോ സ്റ്റാർച്ച് കണ്ടന്റ്. മനസ്സിലായോ? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്യൂബേഴ്സിലും സെറൈൽസിലും റിച്ച് അളവിൽ എന്തുണ്ട്? സ്റ്റാർച്ച് പ്രസന്റ് ആണ്. എന്നാൽ കുക്കുംബർ പോലെയുള്ള വെജിറ്റബിൾസിൽ എന്താണ്? ലോ സ്റ്റാർച്ച് കണ്ടന്റ് ആണ് ഉള്ളത്. അതാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഡിസീസ്. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്, ഡെഫിഷ്യൻസി ഡിസീസ്. ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ
അല്ലേ? ഹെൽത്ത്, ഐസിൻ്റെ ഹെൽത്ത്, അതുപോലെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഒക്കെ മെയിൻറ്റെയിനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈറ്റമിൻ എ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ്. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഉണ്ടാവുന്ന അസുഖവും തന്നിട്ടുണ്ട്. ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. ടീത്തിൻ്റെയും ഗമ്മിൻ്റെയും ഒക്കെ ഹെൽത്തിനെ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റിയുടെ ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവിയാണ്. ഏതാണ് എന്ന്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി. ഇവിടെ വേണ്ടത് വൈറ്റമിൻ സി ആണ്. നെക്സ്റ്റ് അയൺ തന്നിട്ടുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന, അതായത് അയണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് അനീമിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അയഡിൻ ഹെൽപ്സ് ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അയഡിൻ എന്ന്. അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. എന്താണ്? ഗോയിറ്റർ. നെക്സ്റ്റ് വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര, ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ഹിസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് വൈറ്റമിൻ്റെയോ അല്ലെങ്കിൽ മിനറലിൻ്റെയോ കുറവ് കൊണ്ടാണ് ഈ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി, കാൽസ്യം. ആക്ടിവിറ്റി 3 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ ഡയറ്റ് which include protein, carbohydrate, fat, vitamin and minerals in appropriate quantity. Such diet is called a balanced diet. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിനും മിനറൽസും ഒക്കെ അതിനാവശ്യമായ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇതും നമ്മുടെ ഫുഡിൽ വേണം. പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, വൈറ്റമിനും വേണം, മിനറൽസും വേണം. ഇതെല്ലാം ആവശ്യത്തിന് അതിൻ്റെ ക്വാണ്ടിറ്റി, എന്തോരം ക്വാണ്ടിറ്റി അതിന് ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിൽ എത്തുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു ഭക്ഷണക്രമം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ്. ഇതിൽ ഒന്ന് കൂടുതലും ഒന്ന് കുറച്ചും അങ്ങനെയൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിൻ്റെ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ഔട്ട് സനൂസ് 1 day ഫുഡ് ചാർട്ട്. ഇറ്റ്സ് ബാലൻസ്ഡ് ഡയറ്റ് വൈ. ഇവിടെ സനുവിൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഫുഡ് ചാർട്ടാണ് തന്നിരിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അവൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ദോശയും ചട്നിയുമാണ്, ലഞ്ചിന് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്, ഡിന്നറിന് കഴിക്കുന്നത് പൊറോട്ടയും ഫിഷ് കറിയാണ്. ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ അല്ലയോ എന്ന് എഴുതാം. അതെന്തുകൊണ്ടാണെന്ന് എഴുതണം. അപ്പം നമുക്ക് നോക്കാം, ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ? ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഡയറ്റ്. അതെന്തല്ല, ബാലൻസ്ഡ് ഡയറ്റ് അല്ല. കാരണം സനു വിൽ നോട്ട് ഗെറ്റ് ദ നെസസറി ന്യൂട്രിയൻസ്. സനുവിന് എല്ലാ ന്യൂട്രിയൻസും എൻ്റെ ആവശ്യത്തിന് കിട്ടുന്നില്ല, അല്ലേ? വൈറ്റമിൻസ്, മിനറൽസ് ഓർ കാർബോഹൈഡ്രേറ്റ് ഫ്രം ദീസ് ഫുഡ്. ഈ ഫുഡ് ഐറ്റംസിൽ നിന്ന് എന്തൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ? വൈറ്റമിൻസും
മിനറൽസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പൊറോട്ട ഈസ് മെയ്ഡ് ഫ്രം മൈദ. പൊറോട്ട എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മൈദയും കൊണ്ടാണ്. വിച്ച് ഇസ് നോട്ട് ഹെൽത്തി. ഇതെന്തല്ല, ഹെൽത്തി അല്ല. സിൻസ് മൈദ ലാക്സ് ഫൈബർ ഇറ്റ് ക്യാൻ കോസ് ഡൈജസ്റ്റീവ് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് കാരണമാവും? ഡൈജസ്റ്റീവ് പ്രോബ്ലംസിന് കാരണം ആകും. അപ്പോൾ സനുവിൻ്റെ ഫുഡ് ചാർട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് മാറുള്ളൂ. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് മെയിൻ കമ്പോണന്റ് ഓഫ് അതർ ദാൻ ന്യൂട്രിയൻ ദ മസ്റ്റ് ബി ഒബ്റ്റൈൻ ത്രൂ ഫുഡ്. ഏതാണ്? ഫൈബേഴ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ മാഗ്നറ്റ്സ് നമ്പേർഡ് 1, 2, 3 ആൻഡ് 4. താഴെ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മാഗ്നറ്റ് ഓവൽ മാഗ്നറ്റ്. ഏതാണ്? ഓവൽ മാഗ്നറ്റ്. രണ്ടാമത്തത് യു മാഗ്നറ്റ്, യു ഷേപ്ഡ് മാഗ്നറ്റ് അല്ലേ? യു മാഗ്നറ്റ്. നെക്സ്റ്റ് ഡിസ്ക് മാഗ്നറ്റ്. മൂന്നാമത്തത് ഏതാണ്? ഡിസ്ക് മാഗ്നറ്റ്. നാലാമത്തത് റിംഗ് മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റുകളുടെ പേരും എൻ്റെ ഷേപ്സും നോക്കി വയ്ക്കുക, പഠിക്കുക. ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ അട്രാക്ഷൻ ടു മാഗ്നറ്റ്സ്. എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ. താഴെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ നിങ്ങളോട് ക്ലാസിഫിക്കേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ക്രൈറ്റീരിയയുടെ ബേസിലാണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെ തന്നിരിക്കുന്നത്? അയൺ നെയിൽ, സ്റ്റീൽ ഗ്ലാസ്, പേപ്പർ, സേഫ്റ്റി പിന്ന്, പെന്ന്, പിന്ന്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതിൻ്റെ ബേസിൽ? ഒന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് അടുത്തത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ചില സാധനങ്ങൾ ഇതിനകത്ത് എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, ചിലത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പം നിങ്ങൾ എന്തിൻ്റെ ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഇത് എഴുതേണ്ടത്? ഒന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, മറ്റത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ള പേരിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം നോക്കാം. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ഏതൊക്കെയാണ്? അയൺ നെയിൽ തന്നിരിക്കുന്നതിൽ അയൺ നെയിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സേഫ്റ്റി പിന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പിന്നെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളത് ഏതാണ്? സ്റ്റീൽ ഗ്ലാസ്, പേപ്പർ, പെന്ന്. അതായത് ദീസ് സബ്സ്റ്റൻസ് വിച്ച് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ദോസ് വിച്ച് ഡസ് നോട്ട് അട്രാക്ട് ബൈ മാഗ്നറ്റ്സ് ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഏത് സബ്സ്റ്റൻസ് ആണോ എന്താണ് മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യുന്നത് അല്ലേ? അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആർ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യുന്നതിന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും, അട്രാക്ട് ചെയ്യാത്തതിനെ ഡസ് നോട്ട് അട്രാക്ട് ആകർഷിക്കാത്തതിനെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നും പറയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗിവൺ ടു ദ എൻഡ് ഓഫ് മാഗ്നറ്റ്സ് വെയർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് സ്ട്രോങ്ങസ്റ്റ്. അതായത് മാഗ്നറ്റിന്റെ എൻഡ് ഭാഗത്ത് അല്ലേ എന്ത് പേരാണ് നമ്മൾ പറയുന്നത്? വെയർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് സ്ട്രോങ്ങസ്റ്റ്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആ എൻഡ് എന്ന് പറയുന്നതിന്റെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മാഗ്നറ്റിക് പോൾസ്. നോർത്തും സൗത്തും അല്ലേ പറയാറുണ്ട് അല്ലേ? മാഗ്നറ്റിക് പോൾസ്. എന്താ പറയുന്നത്? എൻഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് പോൾസ്. B question, list the observations that can be obtained by arranging the magnet as shown in the figure below. താഴെ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ്സ് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, അറേഞ്ച്മെന്റ് നോർത്ത് സൗത്ത്, പിന്നെ സൗത്ത് നോർത്ത്. ഇവിടെ പോൾസ് എന്താണ്? കമ്മിങ് ക്ലോസ്. ഏതൊക്കെ? സൗത്തും ആണ് അടുത്തടുത്ത് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഒബ്സർവേഷൻ, ആ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? മാഗ്നറ്റ് എന്ത് ചെയ്യും? റിപ്പൽസ് മൂവ് അപ്പാർട്ട് അല്ലേ? അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. റിപ്പൽസ് മൂവ് അപ്പാർട്ട്. റിപ്പല് ചെയ്യാണ് ചെയ്യുന്നത്. റിപ്പൽസ് മൂവ് അപ്പാർട്ട്. അത് റിപ്പല് ചെയ്യുക, വികർഷിച്ചു പോവാണ്. അത് അട്രാക്ട് ചെയ്യില്ല, റിപ്പല് ചെയ്യും. റിപ്പൽ മൂവ് അപ്പാർട്ട്. ഇനി അടുത്തത് നോർത്ത് സൗത്ത്. അപ്പം എൻഡിങ് പോൾസിൽ ഏതൊക്കെ വന്നത്? സൗത്തും നോർത്തും ആണ് വന്നത്, ക്ലോസർ ആയിട്ട് വന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അട്രാക്ട്സ്. അടുത്തത് നോർത്തും സെയിം പോൾസ് ആണ്. അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? റിപ്പൽസ്. സെയിം പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അടുത്തത് നോർത്ത് സൗത്ത് ആണെങ്കിൽ എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇനി
റൈറ്റ് 4 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ 4 ജനറൽ പ്രോപ്പർട്ടീസ് എഴുതാനാണ്. ഇപ്പോൾ പറഞ്ഞേക്കണ തന്നെ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, 2 ലൈക്ക് പോൾസ് വന്നാൽ, അതായത് ഒരുപോലെയുള്ള പോളുകൾ വന്നാൽ അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ്, അതായത് ഓപ്പോസിറ്റുള്ള അല്ലെങ്കിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് വന്നാൽ എന്തായിരിക്കും, അത് അട്രാക്ട് ചെയ്യും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, 4 ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ മാഗ്നറ്റ് അട്രാക്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മാഗ്നറ്റ് സബ്സ്റ്റൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാഗ്നറ്റിൽ അട്രാക്റ്റ് ആവുള്ളൂ. പിന്നെന്താണ്, മാഗ്നറ്റ്സ് ആർ 2 പോൾസ്. മാഗ്നറ്റിന് എന്തുണ്ട്, 2 പോളുണ്ട്, നോർത്തും സൗത്തും. നമ്മൾ പറഞ്ഞു ലൈക്ക് പോൾസ് റിപ്പൽസ്, അതായത് ഇപ്പോൾ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഒരുപോലെയുള്ള പോൾസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, അവരൊരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല. അൺലൈക്ക് പോൾസ് അട്രാക്ട്. അൺലൈക്ക് പോൾസ് ആണ് എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത് എന്നുള്ളത്. ഇനി മാഗ്നറ്റിക് ഫോഴ്സസ് മോർ അറ്റ് പോൾസ്. മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ എവിടെയായിരിക്കും, പോൾസിലായിരിക്കും. അതുകൊണ്ടാണ് അതിന് മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞത് നമ്മൾ. ഇനി എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദെയർ അറൌണ്ട് ഈച്ച് മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ദ റിബ്സ്, സ്പൈന് ആൻഡ് സ്കൾ ആർ ടോക്കിംഗ് അബൌട്ട് ദ സർവീസ് ദേ പ്രൊവൈഡ് ടു ദ ബോഡി. വാട്ട് വുഡ് ഈച്ച് വൺ സേ. അതായത് റിബ്സും സ്പൈനും സ്കള്ളും പറയുകയാണ് അവർ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന സർവീസുകളെ കുറിച്ച് സ്വയം പറയുകയാണ്. അപ്പോൾ അവർ ഓരോരുത്തരും പറയണത് എന്തൊക്കെയായിരിക്കും, അതായത് അവർ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് അവർ പറയണത്. അപ്പോൾ ഓരോന്നും പറയുന്നത് എന്തായിരിക്കും, അവർ ബോഡിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയായിരിക്കും എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും, റിബ്സ് എന്താ പറയുന്നത്, വി എൻഫോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹാർട്ട്, ലങ്സ് ആൻഡ് സം മേജർ ബ്ലഡ് വെസൽസ്. റിബ്സ് എന്താ പറയുന്നത്, ഞാൻ ഹാർട്ടിനെയും ലങ്സിനെയും ചില മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെയും എന്ത് ചെയ്ത് പൊതിഞ്ഞ് ചുറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റിബ്സ് ഇങ്ങനെ ചുറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ റിബ്സ് പറയുന്നുണ്ടാവുക. വെർട്ടബ്രൽ ക്ലോവറിലും എന്തായിരിക്കും പറയണേ, ഐ ആം ദ വൺ ഹു ഹെൽപ്സ് ദ ബോഡി ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് മൂവ്. ഞാനാണ് എന്ത് ചെയ്യുന്നത്, ബോഡിയെ ഇങ്ങനെ നിവർന്ന് നിൽക്കാനും മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനാണ് എന്നാണ് വെർട്ടബ്രൽ കോളം പറയുന്നത്. ദ സ്പൈനൽ കോഡ് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ മീ. അത് മാത്രമല്ല, എന്താണ്, സ്പൈനൽ കോഡിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള നെർവസ് സിസ്റ്റവും എന്നിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഇതാണ് വെർട്ടബ്രൽ കോളം ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന ഹെൽപ്പ്. അടുത്ത സ്കൾ എന്താണ്, ബ്രെയിൻ which is a major organ of the human body is protected inside me. I am also provide protection to sensory organs such as the eyes, ears, nose and tongue. അപ്പോൾ സ്കൾ എന്താ പറയുന്നത്, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കളാണ് എന്നാണ് പറയുന്നത്. മേജർ ഓർഗനാണ്, ഹ്യൂമൻ ബോഡിയുടെ മേജർ ഓർഗനായ ബ്രെയിൻ ഇരിക്കുന്നത് സ്കളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാനാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഐ എം ഓൾസോ പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സെൻസറി ഓർഗൻ. ഞാൻ എന്ത് ചെയ്യുന്നു, സെൻസറി ഓർഗൻസ് ആയ ഐസിനും ഇയേഴ്സിനും നോസിനും ടങ്കിനും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട്. ഇത് രണ്ടുമാണ് പറയുന്നത്. ഇത് ഇത്രയാണ് ബ്രെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറയണേ. ബോഡി പാർട്ട് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബോൺസ് എഴുതാനാണ് തന്നിരിക്കുന്നത്. സ്പൈനിൽ എത്ര നമ്പർ ഓഫ് ബോൺസ് ഉണ്ട്, 33. സ്കളിൽ 22, റിബ്സിൽ 24, സ്റ്റേണം 1. അപ്പോൾ ഓരോ ബോഡി പാർട്ടും നമ്പർ ഓഫ് ബോൺസും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ റിലേറ്റഡ് ടു ജോയിൻസ്. ജോയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ജോയിൻ്റ്, ഹിഞ്ച് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്. പാർട്ട് ഓഫ് ദ ബോഡി, ഹിഞ്ച് ജോയിൻ്റ് എവിടെയാണ് ബോഡിയുടെ ഏത് പാർട്ട്, എൽബോയും നീയും. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലൈക്ക് ഹിഞ്ചസ് ദീസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. നെക്സ്റ്റ്, പാർട്ട് ഓഫ് ദ ബോഡി തന്നിട്ടുണ്ട്, ഷോൾഡർ, ഹിപ്പ്. ഷോൾഡറിലും ഹിപ്പിലും കാണപ്പെടുന്ന ജോയിൻ്റ് ഏതാണ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ. നെക്സ്റ്റ്, പൈവോട്ട് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്, കാണപ്പെടുന്നത് നെക്കിലാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബോൺ ദാറ്റ് മൂവ്സ് forward, backward
and side to side in another bone. അപ്പോൾ ഓരോ ജോയിൻറ്റുകളും അത് കാണപ്പെടുന്ന പാർട്ട് ഓഫ് ദി ബോഡിയും ക്യാരക്ടറിസ്റ്റിക്സും നന്നായി ആ ഭാഗം നോക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ ജോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഹിഞ്ച് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, പൈവോട്ട് ജോയിൻറ്റ്. അപ്പോൾ അത് കാണുന്ന ഓരോ പാർട്ടും പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വയ്ക്കുക. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 difficulties we should face if we don't have joints. നമുക്ക് ജോയിൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന 2 ഡിഫിക്കൽട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമുക്ക് ജോയിൻസ് അറിയാം, മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ ജോയിൻസ് ആണ്. അപ്പോൾ ക്യാൻ മൂവ്, ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലൈക്ക് ഹിഞ്ചസ് ദിസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മൂവ് ചെയ്യിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂവിങ്ങിന് കഴിയില്ല, ജോയിൻസ് ഇല്ലെങ്കിൽ എന്ത് കഴിയില്ല? ക്യാൻ മൂവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താണ്? ക്യാൻ ഈറ്റ് ഫുഡ്, നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ല, ക്യാൻ ഈറ്റ് ഫുഡ്. അതുപോലെ കനോട്ട് ഡു വർക്ക്, നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ഗെയിംസ് കളിക്കാൻ കഴിയില്ല, റീഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന 2 ഡിഫിക്കൽട്ടീസ്, ഫേസ് ചെയ്യാൻ പോകുന്ന 2 ഡിഫിക്കൽട്ടീസ് എഴുതാനാണ് പറഞ്ഞത് ജോയിൻസ് ഇല്ലെങ്കിൽ. ആക്ടിവിറ്റി 9, ഇറ്റ്സ് എ നെയിം ഓഫ് സ്കെലിറ്റൻ ഫൗണ്ട് ഇൻ ദീസ് ആനിമൽസ്. ഈ ആനിമൽസിൽ കാണുന്ന സ്കെലിറ്റൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്കെലിറ്റൻസ് പഠിച്ചിട്ടുണ്ട്, എക്സോസ്കെലിറ്റണും എൻഡോസ്കെലിറ്റണും. അപ്പോൾ ആ ഭാഗം നന്നായി നോക്കിയിട്ട് പോവുക. അപ്പോൾ എക്സോസ്കെലിറ്റണും എൻഡോസ്കെലിറ്റണും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെയിമുകൾ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തേൻ്റെ ഏതാണ്? ആദ്യത്തേൻ്റെ എല്ലാത്തിൻ്റെയും നോക്കുക, ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കെലിറ്റൺ ആണ്? ഇവിടെ കാണുന്ന ആനിമൽസ് എല്ലാം തന്നെയും എക്സോസ്കെലിറ്റൺ ആണ് അല്ലേ, എല്ലാം തന്നെയും എക്സോസ്കെലിറ്റൺ ആണ്, എൻഡോസ്കെലിറ്റൺ അല്ല. രണ്ടാമത്തെ, ഹൗ ഡു ദീസ് സ്കെലിറ്റൺ ഹെൽപ്പ് ദീസ് ആനിമൽസ്? ഈ സ്കെലിറ്റൺ എങ്ങനെയാണ് ഈ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ബിയുടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ്? എക്സോസ്കെലിറ്റൺ ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് give shape to the body and protect from enemies. അപ്പോൾ എക്സോസ്കെലിറ്റൺ എന്ത് ചെയ്യും? ഇതിനെ ഷേപ്പ് തരാനും അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ള എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്സോസ്കെലിറ്റൻ. അപ്പോൾ പ്രൊട്ടക്റ്റ് ആൻഡ് ഗീവ് ഷേപ്പ് ടു ദ ബോഡി, ബോഡിക്ക് ഷേപ്പും പ്രൊട്ടക്ഷനും കൊടുക്കുന്നതാണ് എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള എനിമീസ്, ശത്രുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും എക്സോസ്കെലിറ്റൻ ഉപകാരപ്രദമാണ്. നെക്സ്റ്റ്, നെയിം 4 ആനിമൽസ് ദാറ്റ് ഹാവ് എൻഡോസ്കെലിറ്റൻ. എൻഡോസ്കെലിറ്റൻ ഉള്ളതിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡോസ്കെലിറ്റൻ: മാന്, കൗ, ഫ്രോഗ്, ബേർഡ്. ഇതൊക്കെ എൻഡോസ്കെലിറ്റൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.